നാദാപുരം വാണിമേൽ ജനകീയ വയോജന പാർക്കിൽ അപകടം. യുവാവിന് പരിക്ക്. വാണിമേൽ പാലത്തിന് സമീപത്തെ പാർക്കിലാണ് ഊഞ്ഞാൽ പൊട്ടിവീണ് ഉണ്ടായ അപകടത്തിൽ പച്ചപ്പാലം സ്വദേശി അഖിലേഷിന് സാരമായി പരിക്കേറ്റത്. വേണ്ടത്ര സുരക്ഷാ സംവിധാനങ്ങളില്ലാതെയാണ് പാർക്ക് പണിതത് എന്ന ആരോപണവും ശക്തമായിട്ടുണ്ട്. പാർക്കിനുള്ളിൽ ഇരുമ്പ് കമ്പിയിൽ തീർത്ത ഊഞ്ഞാൽ മേൽക്കൂരയോടൊപ്പം തകർന്നു വീണാണ് അപകടം സംഭവിച്ചത്. വാണിമേൽ പാലത്തിന് സമീപം 2 മാസം മുൻപാണ് പാർക്ക് ഉദ്ഘാടനം ചെയ്തത്. തലയിൽ വീണ് മുറിവേറ്റതിനാൽ 8ഓളം തുന്നിട്ട യുവാവ് ചികിത്സയിൽ തുടരുകയാണ്. തിങ്കളാഴ്ച യുവാവ് ഇത് സംബന്ധിച്ച് പഞ്ചായത്ത് ഓഫീസിൽ പരാതി നൽകി. യാതൊരു സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാതെ തട്ടിക്കൂട്ടിയ ഉപകരണങ്ങളാണ് തകർത്തതെന്ന് യുവാവ് ആരോപിച്ചു. കഴിഞ്ഞ 10-ാം തീയതി വാണിമേൽ പഞ്ചായത്തിൻ്റെ അധീനതയിലുള്ള വാണിമേൽ പാലത്തിൻ്റെ അടുത്തുള്ള പാർക്കിൽ പോവുകയും ആ പാർക്കിലിരുന്ന് ഒരു 5 മിനിറ്റ് ഇങ്ങനെ നമ്മളെ ഊഞ്ഞാലിൽ ഇങ്ങനെ ഇരുന്നായിരുന്നു. അപ്പോൾ അത് പൊട്ടിയിട്ട് എൻ്റെ തലയിൽ വീഴുകയായിരുന്നു. അങ്ങനെ എനിക്ക് 9 സ്റ്റിച്ച് ഉണ്ട് തലക്ക്. അതെന്ന് വെച്ചാൽ വളരെ അശാസ്ത്രീയമായ രീതിയിലാണ് അത് പണിതിട്ടുള്ളത്. കാരണം അതൊരു സ്ക്രൂ ചെയ്തിട്ട് മുറുക്കുകയോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. അത് ജസ്റ്റ് വെറും വെൽഡിങ്ങിൽ മാത്രമാണ്. അപ്പോൾ അതിൻ്റെ ഫോട്ടോയൊക്കെ എൻ്റെ കയ്യിലുണ്ട്. ആ പൈപ്പ് കത്തിപ്പോയിട്ടുണ്ട്. അങ്ങനെയാണുള്ളത്. ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 2 മാസം ആയിട്ടില്ല. പരാതി ഇവിടെ ഇപ്പോൾ പഞ്ചായത്തിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ദിവസവും അനേകം കുട്ടികൾ വനിതകളും എല്ലാം വരുന്നൊരു പാർക്കാണ്. അപ്പോൾ അവിടെ ഇനിയും എന്ത് സുരക്ഷിതത്വമാണ് അതിനുള്ളത്? അതിന് അനുമതി ഇല്ല എന്നാണ് ഇപ്പോൾ എന്നോട് ഇവിടുന്ന് പഞ്ചായത്ത് ബന്ധപ്പെട്ട പറഞ്ഞത്. പഞ്ചായത്തിന് അനുമതി കൊടുത്തിട്ടില്ലല്ലോ, പക്ഷേ പഞ്ചായത്ത് ഭൂമിയാണ്. പഞ്ചായത്ത് അനുമതി കൊടുത്തിട്ടില്ല, അങ്ങനെയും പറയുന്നുണ്ട്. ഗുണമേന്മ കുറഞ്ഞ മെറ്റീരിയലുകൾ ഉപയോഗിച്ച് യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെ പുഴയോരത്ത് പാർക്ക് നിർമ്മിച്ചതിൽ നേരത്തെ പരാതികളുണ്ടായിരുന്നു. സുരക്ഷിതത്വമില്ലാത്ത രീതിയിൽ സ്ഥാപിച്ച പാർക്കിൽ നിരവധി കുട്ടികൾ എത്തിച്ചേരുന്നുണ്ട്. ഇനിയും അപകടമുണ്ടാക്കാമെന്നും ആവശ്യമായ പരിശോധന നടത്തി നടപടികൾ സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ട്. ഇതിനിടയിൽ അനധികൃത പാർക്ക് നിർമ്മിച്ചത് ആരാണെന്ന് സംബന്ധിച്ച് ആശയക്കുഴപ്പവുമുണ്ട്. പഞ്ചായത്തിന്റെ അനുവാദത്തോടെയല്ല പാർക്ക് പ്രവർത്തിക്കുന്നതെന്നും സുരക്ഷാ കാരണത്താൽ പ്രവർത്തനാനുമതി നൽകിയിട്ടില്ലെന്നുമാണ് പഞ്ചായത്ത് അധികൃതർ പറയുന്നത്. ഗ്രാമപഞ്ചായത്തിന്റെ അധീനതയിലുള്ള സ്ഥലമാണ് ഇവിടം. 15 വർഷം മുമ്പ് പഞ്ചായത്ത് ഇവിടെ പ്രവർത്തനം നടത്തിയപ്പോൾ സുരക്ഷിതമല്ലെന്ന് കണ്ട് വിജിലൻസ് റദ്ദ് ചെയ്തതാണെന്ന് രേഖയിലുണ്ട്.